മൊബൈൽ ഫോണിന്റെ ബാറ്ററി കപ്പാസിറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് എത്ര ദിവസം നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ചാർജ് ചെയ്യാതെ യൂസ് ചെയ്യാൻ സാധിക്കും? മാക്സിമം 2 ദിവസമൊക്കെ നിങ്ങൾക്ക് പറ്റുണ്ടാവും. ബാറ്ററി കപ്പാസിറ്റി കൂടുന്തോറും സ്മാർട്ട് ഫോണിന്റെ സൈസും കൂടും. സോ അതുകൊണ്ടാണ് അവർ നെക്സ്റ്റ് ഡെവലപ്മെന്റ് ആയിട്ട് അവർ ഫാസ്റ്റ് ചാർജസ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ റിയൽമിയുടെ സ്മാർട്ട് ഫോണിൽ തന്നെ നമുക്ക് ഔട്ട് ഓഫ് ദ ബോക്സ് 65 വാട്ട് ചാർജസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഷവോമിയുടെ സ്മാർട്ട് ഫോണിൽ നമുക്ക് 120 വാട്ടിന്റെ ചാർജറും നമുക്ക് കിട്ടുന്നുണ്ട്. വിത്തിൻ 15 മിനിറ്റ്സ് ആണ് 0 to 100% നമുക്ക് ഫുൾ ചാർജ് ആവുന്നത്. വിവോന്റെ തന്നെ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് നെക്സ്റ്റ് ഇയർ സ്റ്റാർട്ടിങ്ങിൽ ലഭിക്കും വിത്ത് 200 വാട്ട് ചാർജർ. അതും ഇതേപോലെ തന്നെ വിത്തിൻ 5 to 10 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് ഫുൾ ചാർജ് ആവാനുള്ള സാധ്യതയാണുള്ളത്. ബട്ട് എനിവേസ് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ കോമൺ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചാർജ് ചെയ്യണം. പക്ഷെ നിങ്ങൾ എപ്പോഴേലും ഒന്ന് വിചാരിച്ചിട്ടുണ്ടോ, അതായത് വിത്തൗട്ട് ചാർജിങ് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇലക്ട്രോണിക് ഡിവൈസ് നിങ്ങൾക്ക് ലൈഫ് ടൈം മുഴുവൻ യൂസ് ചെയ്യാൻ സാധിക്കുക? ഇത് സ്മാർട്ട് ഫോണിന്റെ കേസിൽ മാത്രമല്ല, ഓട്ടോമൊബൈൽസ് ലൈക്ക് ഇലക്ട്രിക് വെഹിക്കിൾസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വിത്തൗട്ട് ഒരൊറ്റ ചാർജിൽ തന്നെ നിങ്ങൾക്ക് ലൈഫ് ടൈം മുഴുവനും നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ സാധിക്കും. സോ ഈ ഒരു കൺസെപ്റ്റ് ഇപ്പോൾ പോസിബിൾ ആണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ബാറ്ററിനെ കുറിച്ചിട്ട് ഒരു ഒറ്റ ചാർജിൽ നിങ്ങൾക്ക് ഒരു ദിവസമല്ല, ഒരു മാസമല്ല, ഒരു വർഷമല്ല, 10 വർഷമല്ല, 28,000 വർഷം വരെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ബാറ്ററി. സോ ഹലോ ഗൈസ്, ഞാൻ അഞ്ജിത്ത് ആൻഡ് ലെറ്റ്സ് സ്റ്റാർട്ട്. NDB അല്ലെങ്കിൽ നാനോ ഡയമണ്ട് ബാറ്ററീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാലിഫോർണിയ സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ ഏറ്റവും വലിയൊരു യൂണിക് ഇന്നോവേറ്റീവ് ഐഡിയയാണ് ഈ ഒരു NDB എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാറ്ററീസ്. ഈ ഒരു ബാറ്ററീസിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ഞാൻ തുടക്കം പറഞ്ഞ പോലെ തന്നെ ഇതിന് അൺലിമിറ്റഡ് ബാറ്ററി ലൈഫ് സ്പാൻ ആണുള്ളത്. ഇതൊരു അൺലിമിറ്റഡ് ബാറ്ററി കപ്പാസിറ്റി നമുക്ക് പറയാൻ സാധിക്കില്ല, കാരണം 28,000 ഇയേഴ്സ് ആണ് ഇതിന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഈ ഒരു ബാറ്ററിയുടെ. പക്ഷെ ഒരു നോർമൽ ഹ്യൂമന്റെ ലൈഫ് സ്പാൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഇത് ശരിക്കും ഒരു അൺലിമിറ്റഡ് ആണ്, കാരണം ആരും 28,000 വർഷം ജീവിച്ചിരിക്കാൻ പോകില്ല. ഇതിന്റെ വർക്കിംഗ് കൺസെപ്റ്റ് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ്, അതായത് എഫിഷ്യൻ്റ്ലി ഇലക്ട്രിക്കൽ എനർജി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ പ്ലാന്റ്സ് ആണ് ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അവിടെ ഭയങ്കര ഹെവി കോംപ്ലക്സ് പ്രോസസ് ഒക്കെയാണ് നടക്കാറ്. ആൻഡ് ഈ ഒരു കോംപ്ലക്സ് പ്രോസസ്സ് കാരണം നമുക്ക് അവിടുന്ന് കുറേ വേസ്റ്റുകൾ കിട്ടാറുണ്ട് ആ ഒരു പവർ പ്ലാന്റ്സിന്. ആൻഡ് ആ ഒരു വേസ്റ്റിനെയാണ് ന്യൂക്ലിയർ വേസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ന്യൂക്ലിയർ വേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എൻവയോൺമെന്റിനും നമ്മുടെ ഹ്യൂമൻസ് എല്ലാ ലിവിങ് ബീയിങ്സിനും ഭയങ്കര ഹാംഫുൾ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. ആൻഡ് ഈ ഒരു സബ്സ്റ്റൻസ് വെച്ചിട്ടാണ് NDB എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി ഈ ബാറ്ററീസ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ന്യൂക്ലിയർ വേസ്റ്റിൽ അടങ്ങിയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ് റേഡിയോ ആക്റ്റീവ് ഗ്രാഫൈറ്റ്. ഈ ഒരു റേഡിയോ ആക്റ്റീവ് ഗ്രാഫൈറ്റ് ആണ് NDB കമ്പനി കളക്ട് ചെയ്തിട്ട് പ്യൂരിഫൈ ചെയ്യുന്നത്. പ്യൂരിഫൈ ചെയ്തതിന് ശേഷം ഈ ഒരു റേഡിയോ ആക്റ്റീവ് ഗ്രാഫൈറ്റിനെ അവർ ആറ്റംസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ആൻഡ് ഇതിന് ആവശ്യമായിട്ടുള്ള ബീറ്റ ഡികെ ഇലക്ട്രോൺസ് ആണ് അവർ കളക്ട് ചെയ്യാറുള്ളത്. ഈ ഒരു ഇലക്ട്രോൺസ് ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബാറ്ററീസിലുള്ള ഇലക്ട്രോൺസിന്റെ ബിഹേവിയർ കാട്ടുന്ന എലമെന്റ്സ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഇലക്ട്രോൺസിനെ ഇവർ കളക്ട് ചെയ്തിട്ട് ആർട്ടിഫിഷ്യലി ക്രിയേറ്റഡ് ആയിട്ടുള്ള ഡയമണ്ട്സിലേക്ക് ഇത് ഫ്യൂസ് ചെയ്യും. സോ ഡയമണ്ട് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ആണ് ലോകത്തിലെ. സോ ഇതിൽ ഇലക്ട്രോൺസ് ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു തരത്തിലും ഈ ഒരു ഇലക്ട്രോൺസ് പുറത്തേക്ക് പോവില്ല. ന്യൂക്ലിയർ വേസ്റ്റ് എന്ന് കിട്ടുന്ന ആ ഒരു റേഡിയോ ആക്റ്റീവ് എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആക്കിയിട്ടാണ് ഇവിടെ കൺവേർട്ട് ചെയ്യുന്നത്. ഈ ഒരു ബാറ്ററീസിന്റെ വേറൊരു സ്പെഷ്യാലിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബാറ്ററീസ് സെൽഫ് ചാർജിങ് ആണ്. ഇതിന്റെ ഉള്ളിലിരിക്കുന്ന ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് സെൽഫ് ചാർജിങ് നടത്തിക്കൊണ്ടിരിക്കും. സോ അതും ഒരു മെയിൻ കാരണമാണ് 28,000 ഇയേഴ്സ് വരെ ഈ ഒരു ബാറ്ററി നിലനിൽക്കാൻ വേണ്ടിയിട്ട്. ആദ്യം തന്നെ ഈ ഒരു ബാറ്ററിനെ ഇവർ ഇലക്ട്രിക്കൽ ഫീൽഡിലേക്ക് ഇറക്കില്ല. ഇവർ മെയിൻലി ഇത് യൂസ് ചെയ്യാൻ പോകുന്നത് മെഡിക്കൽ ഫീൽഡിലും അതേപോലെ തന്നെ റോക്കറ്റ് ലോഞ്ചസ് കാര്യങ്ങളിലൊക്കെ ആവും. മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം പേസ് മേക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സർജറി ഉണ്ട്. സോ ആ ഒരു പേസ് മേക്കറിൽ ഹാർട്ടിൽ ഇവരൊരു ചിപ്പ് വെക്കും. ആൻഡ് 10 വർഷം വരെയാണ് ആ ഒരു ചിപ്പിന്റെ ഒരു കാലാവധി എന്ന് വെച്ച് കഴിഞ്ഞാൽ. സോ ഈ ഒരു ബാറ്ററി വെച്ചിട്ട് എത്ര കാലം വേണമെങ്കിലും ആ ഒരു പേഷ്യന്റിന് ആ ഒരു ചിപ്പ് യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ റോക്കറ്റ് ലോഞ്ചസിൽ ഇത് അവർ യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, കാരണം കോക്പിറ്റിൽ ഭയങ്കര അധികം ഇലക്ട്രിക്കൽ എനർജിയുടെ ആവശ്യമുണ്ട്. ആൻഡ് അവർക്ക് അതിന്റെ യൂസ് കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു ബാറ്ററിയുടെ എനർജി വേണമെങ്കിൽ സ്പേസിൽ ഇരിക്കുന്ന സാറ്റലൈറ്റുകൾക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ സാധിക്കും. സോ ആ ഒരു രീതിയിലും അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ ഒരു ബാറ്ററി ഇപ്പോൾ ശരിക്കും ഡെവലപ്മെന്റ് ഫേസിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ ഇതിന്റെ കുറെ പ്രോട്ടോടൈപ്സും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് മേ ബി ഇനി അധികം വൈകാതെ മാർക്കറ്റിലേക്ക് ചിലപ്പോൾ അതിന്റെ പ്രോട്ടോടൈപ്സ് നമുക്ക് കിട്ടിയെന്ന് വരും. സോ ഈ ഒരു പ്രോട്ടോടൈപ്സ് എന്ന് പറയുന്നത് നോർമൽ AA ബാറ്ററീസ്, AAA ബാറ്ററീസ്, പിന്നെ ബട്ടൺ ടൈപ്പ് ബാറ്ററീസ്, സ്മാർട്ട് ഫോണിന്റെ ബാറ്ററീസ് ആയിട്ടൊക്കെ അവർ മാർക്കറ്റിൽ ഇത് പിന്നീട് ഇറക്കും. സോ ഫ്യൂച്ചറിൽ എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ബാറ്ററിയുടെ ഇംപ്ലിമെന്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബട്ട് എന്തായാലും ഇപ്പൊ അടുത്തൊന്നും ഇതിന്റെ അവൈലബിലിറ്റി ഒന്നും ഉണ്ടാവില്ല, കാരണം ഞാൻ പറഞ്ഞ പോലെ ഡെവലപ്മെന്റ് ഫേസിലാണ്. ബട്ട് എനിവേസ് ഈ ഒരു ബാറ്ററി നല്ല രീതിയിലുള്ള ഒരു ഹെൽപ്പാണ് എല്ലാവർക്കും ചെയ്തു കൊടുക്കുക, കാരണം ഇലക്ട്രോണിക് ഡിവൈസസിൽ ബാറ്ററി കപ്പാസിറ്റി ഇത്രയും അൺലിമിറ്റഡ് ബാറ്ററി കപ്പാസിറ്റി കിട്ടുകയാണെങ്കിൽ അത് എത്രമാത്രം യൂസ്ഫുൾ ആണെന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ അടുത്ത് തന്നെ ഐഫോൺ അവരുടെ ഒരു സർവേ ഇറക്കി. ആൻഡ് ആ ഒരു സർവേയിൽ നമുക്ക് മനസ്സിലായത് നെക്സ്റ്റ് ഒരു ഐഫോൺ ഇറങ്ങുമ്പോൾ അതിൽ ചാർജർ ഉണ്ടാവാനുള്ള സാധ്യത ഇല്ല എന്നാണ്. ആൻഡ്
മേ ബി ഗ്രാജുവലി ഇനി ഫ്യൂച്ചറിൽ സ്മാർട്ട് ഫോൺസ് കിട്ടുമ്പോൾ നമുക്ക് ചാർജറൊന്നും ഉണ്ടാവില്ല. ആൻഡ് ഈ ഒരു ടൈപ്പ് ടെക്നോളജി അതിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചാർജറിൻ്റെ ആവശ്യമില്ല. ഇലക്ട്രിസിറ്റി വരെ നല്ല രീതിയിൽ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് കമ്പനി പറയുന്നത് ഈ ഒരു ബാറ്ററി വെച്ചിട്ട്. സോ നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ഇൻവെർട്ടറിൽ ഈ ഒരു ടൈപ്പ് ബാറ്ററീസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം എത്രമാത്രം നമ്മുടെ കറണ്ട് ബില്ല് കുറയുകയും ചെയ്യുന്നു. ആൻഡ് യെസ് ദാറ്റ്സ് ഇറ്റ്. ഇത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ. ഷോർട്ട് വീഡിയോ ആണ്, കുറച്ച് യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി, ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നി. സോ അതുകൊണ്ട് നിങ്ങളെ ഞാൻ അറിയിച്ചു. ആൻഡ് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് അറിയിക്കുക. ആൻഡ് യെസ് ദാറ്റ്സ് ഇറ്റ്. വേറെ ഒന്നുമില്ല. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഈ ഒരു ഇന്നോവേറ്റീവ് ഐഡിയ നല്ലതാണോ ചീത്തതാണോ എന്താണെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ആൻഡ് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക. ആൻഡ് ബാക്കിയുള്ളവർക്ക് ഈ ഒരു ഇൻഫോർമേഷൻ ഷെയർ ചെയ്യുക. ആൻഡ് എൻ്റെ കണ്ടന്റ്സ് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. നമുക്ക് എല്ലാവർക്കും ഇനി അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ സേഫ്. ബൈ.